ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ആദി കീർത്തനം ഭാഗം 16. മോളെ, നീ എന്താ കുട്ടി പറയണേ? കേട്ട വാർത്തയുടെ നടുക്കത്തിൽ ആർക്കും ഒരു നിമിഷം ചലിക്കാൻ പോലും സാധിച്ചില്ല. സ്വബോധം വീണ്ടെടുത്ത് അംബിക ചോദിച്ചു, സത്യാണ് അച്ചമ്മേ, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവളെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു ആദി. താൻ കാരണം അവൾക്കൊട്ടും യോജിക്കാത്ത വളരെ പ്രായമുള്ള ഒരാളുമായി അവളെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ദാ ഈ ചെറുപ്രായത്തിൽ അവളെ താലി നഷ്ടമായിരിക്കുന്നു. എന്തൊരു ദുർവിധിയാണ് ഈശ്വര അവളെ! കുറ്റബോധത്താൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ ഒരാൾ കാരണം, തന്റെ എടുത്തുചാട്ടം കാരണം. ഇല്ല, ഒരിക്കലും അവളുടെ നഷ്ടങ്ങൾ നികത്താൻ തന്നെ കൊണ്ട് സാധിക്കില്ല. ഓർക്കവേ ആദിക്ക് തന്റെ ദേഹം തളരുന്ന പോലെ തോന്നി. അവൻ ഒരാശ്രയത്തിനായി ചുവരിൽ ചാരി നിന്നു. മോളെ, ഈ അമ്മയോട് നീ എല്ലാം തുറന്നു പറയണം. നിന്നെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായതാണ് എനിക്ക് നീ ഒരുപാട് ദുഃഖങ്ങൾ നെഞ്ചിലേറ്റിയാണ് നടക്കുന്നതെന്ന്. നിന്റെ പഠിപ്പിനെ പറ്റി അറിഞ്ഞെന്ന് ഞാൻ ചോദിക്കാതിരുന്നതാണിത്. അന്ന് നീ ഒഴിഞ്ഞു മാറി. ഇന്നെങ്കിലും പറ മോളെ, എന്നെ നീ അമ്മ എന്ന് ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നതെങ്കിൽ നിന്റെ എല്ലാ സങ്കടങ്ങളും തുറന്നു പറ കുട്ടി. തന്റെ മടിയിൽ തല വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കിച്ചുവിനെ തലോടിക്കൊണ്ട് ദേവകി പറഞ്ഞു. അഞ്ജുവും അംബികയും അവളെപ്പറ്റി അറിയുവാനായി അക്ഷമരായിരുന്നു. ഒപ്പം ഒരു വാതിലിനിപ്പുറം ആദിയും. വേണ്ടമ്മേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, എന്റെ ജീവിതം, അതിൽ നല്ലതൊന്നുമില്ല പറയുവാനായി. അതൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂടി വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, തേങ്ങലോടെ കിച്ചു പറഞ്ഞു. അത് കേട്ടതും അംബിക എഴുന്നേറ്റ് വന്ന് ദേവകിയുടെ മടിയിൽ നിന്നും കിച്ചുവിനെ എഴുന്നേൽപ്പിച്ചു. എല്ലാ സങ്കടങ്ങളും ആരോടും പറയാതെ ഈ നെഞ്ചിലിങ്ങനെ കൂട്ടിവെച്ചാൽ ഒരു ദിവസം അത് പൊട്ടിപ്പോകും മോളെ. നിന്റെ അനിയത്തിക്ക് വേണ്ടി നിനക്ക് ജീവിക്കണ്ടേ? പറ മോളെ, എല്ലാം തുറന്നു പറഞ്ഞാൽ നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടും. പെട്ടെന്നാണ് ആദിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അറ്റൻഡ് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുമുള്ള എമർജൻസി കോളായിരുന്നു. അവളെപ്പറ്റി എല്ലാം അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അപ്പോൾ അവന്റെ ഡോക്ടർ എന്ന കടമയാണ് കൂടുതൽ മുഖ്യമെന്ന് അറിയാവുന്നതുകൊണ്ട് വേഗം തന്നെ ആദി കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. പറയാമേ എല്ലാം, എന്നെപ്പറ്റി, എന്റെ പൊന്നൂനെ പറ്റി, എന്റെ കുടുംബത്തെ പറ്റി. അവൾ പറഞ്ഞു തുടങ്ങി അവളെപ്പറ്റി. ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ ബി, എന്തിനാണ് അവൾ നിന്നോട് ചൂടായതെന്ന്? പാവാണവൾ, അവൾക്ക് പേടിയാണ് എല്ലാവരെയും. ഈ കാണുന്ന ഒച്ചപ്പാടും ബഹളവും മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഒരു കുന്ന സങ്കടങ്ങൾ അവൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ പലതും എനിക്ക് പോലും അറിയില്ല. ഒന്നിനു വേണ്ടിയും അവളുടെ പഠിപ്പ് മുടങ്ങുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അബി. കാരണം അവളുടെ ചേച്ചിയുടെ കഷ്ടപ്പാട് മുഴുവൻ അവൾക്ക് വേണ്ടിയാണ്. ആ ശ്രേയയ്ക്ക് നിന്നോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നീ പൊന്നുവിനോട് സംസാരിക്കുന്നതും അവളോട് അടുത്ത് പെരുമാറുന്നതും അവൾക്ക് ഇഷ്ടാവാത്തത്. ആ ദേഷ്യം മുഴുവൻ അവൾ കാർത്തികയുടെ മേത്താണ് തീർക്കുന്നത്. അവളുടെ സ്വഭാവം മോശമാണ്, നിന്നെ വളയ്ക്കാൻ നടക്കുകയാണ് എന്നൊക്കെ അവൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു. അതൊക്കെ കേട്ട് അവൾ എത്രയോ പേര് കളിയാക്കുന്നു. അതുകൊണ്ടാണ് നിന്നെ അവൾ അകറ്റി നിർത്തുന്നത്. ഇനിയെങ്കിലും അബി, നീ കാരണം അവളുടെ കണ്ണുകൾ നിറയാതെ നോക്കണം. അപേക്ഷ പോലെ ലയ അവനോട് പറഞ്ഞു. അത്രയും നേരം എല്ലാം കേട്ടിരുന്ന അബി അവളുടെ അവസാന വാക്കുകൾ കേട്ടപ്പോൾ തലപൊക്കി അവളെ നോക്കി. അവന്റെ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ട് ലയ ഭയന്നു. അവളോട് ഒന്നും തിരിച്ചു പറയാതെ അവൻ നടന്നകന്നു. കരയല്ല മോളെ, എല്ലാം തുറന്നു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയ കിച്ചുവിനെ ദേവകി സമാധാനിപ്പിച്ചു. അവരുടെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ എന്തുകൊണ്ടോ തന്റെ നെഞ്ചിലെ ഭാരമെല്ലാം കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആദിയും അവളും തമ്മിലുള്ളത് ഒഴിച്ച് കിച്ചു അവരോട് തുറന്നു പറഞ്ഞിരുന്നു. എന്തുകൊണ്ടോ ആദിയുടെ കാര്യം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അതെ മോളെ, നീ കരയരുത്. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ആലോചിക്കേ വേണ്ട. മുന്നോട്ടും ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ്. നിനക്ക് നല്ലൊരു ജീവിതം, കുടുംബം ഒക്കെ എന്റെ മോൾക്കുണ്ടാവും. അംബികയുടെ വാക്കുകൾ കേട്ട് ദേവകിയുടെ മടിയിൽ നിന്നും കിച്ചു കണ്ണുകൾ തുടച്ചുകൊണ്ട് എണീറ്റു. ഇല്ല അച്ചമ്മേ, ഇനി ഈ കിച്ചുവിന് ഒരു ജീവിതമോ കുടുംബമോ ഉണ്ടാവില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ
പൊന്നുവിന് വേണ്ടിയാണ്. അവളെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കണം. അവളെ സുരക്ഷിതമായി ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതിനുശേഷം അവൾ പറഞ്ഞ് പകുതിക്ക് നിർത്തിയപ്പോൾ അഞ്ജു സംശയത്തോടെ ചോദിച്ചു. അതിനുശേഷം ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും, അത്ര തന്നെ. വിഷാദം കലർന്ന ഒരു ചിരിയോടെ കിച്ചു പറഞ്ഞു. തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ അവർ ഒരിക്കലും അതിൽ സമ്മതിക്കില്ല എന്നവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് അവരോട് പറഞ്ഞില്ല. മോള് പേടിക്കണ്ട, എല്ലാം ശരിയാവും. അയാൾ ഇനി ജയിലിൽ നിറങ്ങിയാലും മോളെ കണ്ടുപിടിക്കാനൊന്നും പോണില്ല. അഥവാ കണ്ടുപിടിച്ചാലും അയാൾ നിന്നെയും പൊന്നുവിനെയും ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാൻ അമ്മ സമ്മതിക്കില്ല. മോൾക്ക് അമ്മയെ വിശ്വാസമില്ലേ? ദേവകി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ടമ്മേ, അതൊക്കെ വിടൂ. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം, നേരം കുറേയായി. അത്രയും പറഞ്ഞ് തന്റെ കണ്ണുകൾ തുടച്ച് കിച്ചു കിച്ചണിലേക്ക് നടന്നു. ഇല്ലമ്മേ, അയാൾ എന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. എന്നെ സംരക്ഷിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കൊന്നും ആപത്ത് സംഭവിക്കാൻ പാടില്ല. നടക്കുന്നതിനിടയിൽ അവൾ മനസ്സിലുറപ്പിച്ചു. അയാൾ എല്ലാവരെയും കൊല്ലും. എന്നെ കിട്ടുവാനായി പാടില്ല. ഞാൻ കാരണം ഇനി ആരും സങ്കടപ്പെടാൻ പാടില്ല. മനസ്സിൽ ഓരോന്നാലോചിച്ച് കിച്ചു അവളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഈ ചെറുപ്രായത്തിൽ എന്തൊക്കെ അനുഭവിച്ചു ആ കുട്ടി, എന്റെ കൃഷ്ണ. ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ദേവകി, ഹരിയോട് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പറയണം. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. ജയിലിൽ കിടക്കുന്നവനെ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടത് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ അവനോട് ചെയ്യാൻ പറയണം. അംബിക ദേവകിയോട് പറഞ്ഞേൽപ്പിച്ചു. ഉവ്വമ്മേ, ഞാനത് ഉറപ്പിച്ചിട്ടുണ്ട്. ആ മോള് ഇവിടെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ വീട്ടിൽ കയറി അവളെ ഉപദ്രവിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല. മോളെ അഞ്ജു, നീ കിച്ചുമോളിനൊപ്പം എപ്പോഴും ഉണ്ടാവണം. ദേവകി പറഞ്ഞതും അഞ്ജു സമ്മതിച്ചു. ഇല്ല അബി, നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഫ്രണ്ട്ഷിപ്പിൽ രഹസ്യങ്ങൾ പാടില്ല. അപ്പോൾ എന്നെ പറ്റി എല്ലാം നിന്നോട് പറയേണ്ടി വരും. വേണ്ട, ആരും എന്നെ പറ്റി അറിയണ്ട. ആരുടെ സഹതാപവും എനിക്ക് വേണ്ട, സഹായവും വേണ്ട. ഒരു ദരിദ്രവാസിയായ എന്റെ സൗഹൃദം നിനക്ക് വേണ്ട അബി. ശ്രേയ അവൾ ഒരു അവസരം നോക്കി നടക്കും. ഞാൻ കാരണം നിനക്ക് കൂടി ഒരു അപമാനം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഓരോന്ന് ചിന്തിച്ച് ഒഴിഞ്ഞ ക്ലാസ്സിലിരുന്ന് അവൾ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഡി, അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പൊന്നു കണ്ടു ക്ലാസ് റൂമിന് പുറത്ത് തന്നെ നോക്കി ദയിപ്പിക്കുന്ന അബിയെ. എന്റെ ചേക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കിടന്ന് കൂവാൻ. നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ തുടച്ചുമാറ്റി ഗൗരവത്തോടെ പൊന്നു പറഞ്ഞു. ഓഹോ, അപ്പോ തമ്പുരട്ടിയുടെ വായില് നാവുണ്ട്. ഞാൻ വിചാരിച്ചു ആ ശ്രേയ അത് മുറിച്ചെടുത്ത് കൊണ്ടുപോയി എന്ന്. ശ്രേയയുടെ പേര് കേട്ടതും പൊന്നു ഒന്ന് ഞെട്ടി. അവനെല്ലാം അറിഞ്ഞു കാണുമോ എന്നവൾക്ക് സംശയം തോന്നി. തനിക്കിപ്പോ എന്താ വേണ്ടേ? മനുഷ്യനെ ഒരു ഭാഗത്ത് സ്വസ്ഥമായി ഇരിക്കാനും സമ്മതിക്കില്ലേ? അവനിൽ നിന്നും മുഖം തിരിച്ച് അവൾ പറഞ്ഞു. നിനക്ക് ഞാൻ സ്വസ്ഥത തരാടി. ആ പീറ പെണ്ണ് ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞതിന് അതിന്റെ ദേഷ്യം നീ തീർത്തത് എന്നോടല്ലടി. അവൾക്ക് മുന്നിലേക്ക് കയറി നിന്ന് അവൻ പറഞ്ഞതും സത്യമെല്ലാം ലയ പറഞ്ഞ് അവൻ അറിഞ്ഞു എന്ന് അവൾക്ക് ബോധ്യമായി. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്ത കാര്യത്തിനാ. നിന്നോട് ആരാ പറഞ്ഞേ ആ പൈസ അടയ്ക്കാൻ? ആ ഓക്കെ, ആ പൈസ അടച്ചത് തെറ്റ് തന്നെ. അതിന് നീ ദേഷ്യപ്പെട്ടു, എന്നെ അടിച്ചു. അപ്പോ നിന്റെ കണക്ക് തീർന്നു. പക്ഷെ എന്റെ തീർന്നിട്ടില്ല. നിന്നോടുള്ള ദേഷ്യത്തിന് ആ പന്നി എന്നെ നിന്നെയും ചേർത്ത് പിള്ളേരുടെ മുന്നിൽ വെച്ച് തോന്നിവാസം പറഞ്ഞില്ലേ? അതിന് മറുപടി നീ എന്താ കൊടുക്കാഞ്ഞേ? ഇപ്പോ അത് കേട്ടവരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു കാണില്ലേ? ഇനി ഏതെങ്കിലും പെൺപിള്ളേര് എന്നെ തിരിഞ്ഞു നോക്കുവോ? അവൻ പറയുന്നത് കേട്ടതും പൊന്നുവിന് വല്ലാത്ത ദേഷ്യം വന്നു. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ? അസ്വസ്ഥതയോടെ അവൾ ചോദിച്ചു. അവനെയും തന്നെയും വെച്ച് ശ്രേയ പറഞ്ഞു നടക്കുന്നത്
അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. പറയുമടി, നീ കാലം എനിക്കുണ്ടായ പേരുദോഷം നീയായി തന്നെ മാറ്റി തന്നെ. എന്ത്? അബി പറഞ്ഞത് മനസ്സിലാകാതെ പൊന്നു ചോദിച്ചു. ആ, അവളോട് പോയി എല്ലാ പിള്ളേരുടെ മുന്നിൽ വെച്ച് ഞാനും നീയും തമ്മിൽ ഒരു റിലേഷനും ഇല്ലെന്ന് നിന്റെ വായോട് തന്നെ പറയണം. അവന്റെ ഭീഷണി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞില്ലെങ്കിലോ? പറഞ്ഞില്ലെങ്കിൽ ആ ശ്രേയ നിന്നെ പറ്റി പറഞ്ഞ പോലെ നീ എന്നെ വളയ്ക്കാൻ നടക്കാണെന്ന് ഞാനും പറഞ്ഞു നടക്കും. നിനക്ക് എന്താ അബി? നിനക്കൊന്നും വേറെ പണിയില്ലേ? അവളെ കൊണ്ട് പൊറുത്തിമുട്ടിയിരിക്കുക ഞാൻ. ഇനി നീ കൂടി തുടങ്ങരുത്. തുടങ്ങുപടി. നീയായി ഉണ്ടാക്കിയ പേരുദോഷം നീയായി തന്നെ മാറ്റണം. വെറുതെ അല്ല കുറച്ച് ദിവസമായി പെമ്പിള്ളേരൊന്നും എന്നെ തിരിഞ്ഞു നോക്കാത്തത്. ഒന്നെങ്കിൽ നീ തിരുത്തണം, ഇല്ലെങ്കിൽ ഈ കോളേജിൽ എല്ലാ പിള്ളേരുടെ മുന്നിലും നീയായിരിക്കും ഇനി മുതൽ എന്റെ കാമുകി. ഇതിലേതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഛേ, നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ പോയി അവളോട് പറയണം അവൾ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ലെന്ന്, ഒരു പ്രേമമില്ല, മണ്ണാങ്കട്ടയില്ലെന്ന്. അത്രയല്ലേ ഉള്ളൂ. ശരി, നീ എൻ്റെ ഒപ്പം വാ. പൊന്നു അബിയെയും കൊണ്ട് ശ്രേയയുടെ അടുത്തേക്ക് ചെന്നു. ശ്രേയ. പൊന്നുവിന്റെ വിളി കേട്ട് ശ്രേയ തിരിഞ്ഞു നോക്കി. പൊന്നുവിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എന്നാൽ അവളുടെ പിന്നിൽ നിൽക്കുന്ന അബിയെ കണ്ടപ്പോൾ അവൾ ഞെട്ടി. അബി, നീ എന്താ ഇവിടെ? ഓ, ഇവൾ വിളിച്ചോണ്ട് വന്നതായിരിക്കും. നിനക്ക് നാണമില്ല അബി? ഇവളെ പോലെയുള്ള. ബാക്കി പറയുന്നതിന് മുന്നേ ശ്രേയയുടെ കവിളത്ത് പൊന്നുവിന്റെ കൈ പതിഞ്ഞിരുന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം നീ. നീ ഇപ്പൊ വിളിച്ചത് എനിക്കല്ല, നിനക്ക് ചേരുന്ന പേരാ. ഇവന്റെ പിന്നാലെ നീ മണപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഡി നീ! ശ്രേയ ദേഷ്യത്തോടെ അവൾക്ക് നേരെ അലറി. ഹ, അടങ്ങി നിൽക്കടി മോളെ. ഞാൻ പറയട്ടെ. നീ എന്താ പറഞ്ഞേ? എന്റെ ആവശ്യങ്ങൾ നടത്താനായി ഞാൻ ആണുങ്ങളെ വളയ്ക്കാൻ നടക്കാണെന്ന് അല്ലേ? ഞാനല്ലല്ലോ മോളെ, നീയല്ലേ അങ്ങനെ നടക്കുന്നേ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ആഴ്ച നിന്നെ ഒരുത്തനെയും കൂടി ഹോട്ടലിൽ നിന്ന് പോലീസ് പൊക്കിയത്. പൊന്നു പറയുന്നത് കേട്ട് ശ്രേയ ഞെട്ടി. ഇവൾ എങ്ങനെ അറിഞ്ഞു ഇതെല്ലാം? അവൾ മനസ്സിൽ കരുതി. ഞെട്ടണ്ട. ദേ, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. ചുറ്റും നിന്ന കുട്ടികളോടായി അവൾ പറഞ്ഞു. ആ, പിന്നെ നിന്നെപ്പോലെ ആരെയും മെനക്കിട്ട് വളയ്ക്കേണ്ട കാര്യം എനിക്കില്ല. നിനക്കില്ലാത്ത ഒരു ഗുണം എനിക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ചു പേര് എന്റെ പിന്നാലെ വന്നെന്ന് വരാം. എനിക്കില്ലാത്ത എന്ത് ഗുണം അവൾക്കുള്ള? സംശയത്തോടെ തന്നെ നോക്കുന്ന ശ്രേയയോട് പൊന്നു പറഞ്ഞു. പേരൊന്നല്ല, സ്വഭാവ ഗുണം. ആ, ഇനി അബി. അവൻ പൈസ അടച്ചത് ഞാൻ പാവപ്പെട്ട കുട്ടി ആണെന്നറിഞ്ഞാണ്. അല്ലാണ്ട് എന്നോട് പ്രേമം മൂത്തിട്ടോ ഞാൻ അവന് പാവിരിച്ചിട്ടോ അല്ല. ഇതിനു മുന്നേയും അവൻ പല കുട്ടികൾക്കുമായി പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരുടെയും ഫീസും ലാബും ടൂറും അങ്ങനെ പല കാര്യത്തിനായി. ഇതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. അതിനെ വരെ തെറ്റായി കണ്ട് തോന്നിയത് വിളിച്ചു പറയാൻ നിനക്ക് മാത്രമേ കഴിയൂ. കാരണം നീയാണ് ഈ കോളേജിലെ ഏറ്റവും വലിയ. പൊന്നു പറയുന്നത് കേട്ട് അബിയുടെ കിളി. ഇന്ന് വരെ ആർക്കും 10 പൈസയ്ക്ക് ഉപകാരം ചെയ്യാത്ത എന്നെ പറ്റിയാണോ ഇവൾ പറയുന്നേ? അബി മനസ്സിൽ ചിന്തിച്ചു. അപ്പോ പൊന്നുമോളുടെ സംശയമൊക്കെ തീർന്നല്ലോ. ഇനി മേലാൽ എന്നെയും ഇവനെയും ചേർത്ത് നീ പറഞ്ഞാൽ പിന്നെ ഒരു തവണ കൂടി പറയാൻ നിന്റെ നാക്ക് വായിൽ കാണില്ല. കേട്ടോടി? പൊന്നുവിന്റെ അലർച്ചയിൽ അബിയടക്കം എല്ലാവരും ഒന്നും ഞെട്ടി. ശ്രേയയുടെ തല അപമാനം കാരണം കുനിഞ്ഞു. അത്രയും പറഞ്ഞ് പൊന്നു ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. കേട്ടു നിന്ന കുട്ടികൾ എല്ലാവരും കൈയടിച്ചു. ശ്രേയയെ കൂവി വിളിച്ചു. അവൾ ചവിട്ടിക്കുത്തി പുറത്തേക്ക് നടന്നു. തൊട്ടു മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. ശ്രേയ മുഖം ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു തന്റെ മുന്നിൽ കൈയും കെട്ടി പുച്ഛിച്ചു നിൽക്കുന്ന അബിയെ. കേൾക്കാനുള്ളത് ഒക്കെ കേട്ടില്ലേ? ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ അവൾ പറഞ്ഞ പോലെ ഞാൻ പറയില്ല കേട്ടോ. നീ എന്നെ അവളെ ചേർത്ത് ഇനിയും പറയണം. കാരണം അറിയോ, അവളെ
അവൾ എൻ്റെ പെണ്ണാ. അപ്പോ അവളുടെ പേരിനൊപ്പം എൻ്റെ പേര് ചേർത്ത് തന്നെ വേണ്ടേ പറയാനായിട്ട്? നീ എൻ്റെ പണി കുറിച്ച് തന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോ വെറുതെ വിടുന്നത്. മനസ്സിലായോടി? അപ്പോ ചേട്ടൻ പോട്ടെ മോളെ ശ്രേയെ. അവളെ നോക്കി ഒന്ന് പുച്ഛിച്ച് അഭി തിരിഞ്ഞു നടന്നു. ഛേ, കൂടുതലൊന്നും പറയാൻ കിട്ടാതെ ശ്രേയ ചമ്മി നാട് നിന്നു. എന്നാൽ അവളിൽ പൊന്നുവിനോടുള്ള പക നിറഞ്ഞു. വിടിലിട് നിന്നെ ഞാൻ. എനിക്കും ഒരവസരം വരും. അന്ന് ഈ കോളേജിലെ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാൻ നാണം കെട്ട പോലെ നിന്നെയും ഞാൻ നാണം കെടുത്തു. ഏയ് കാർത്തുപൂച്ചേ, നല്ല അസല മാന്താണല്ലോ ശ്രേയയ്ക്ക് കൊടുത്തത്. എന്തായാലും കലക്കി. അഭി പൊന്നുവിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഒന്ന് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടോ? എല്ലാം പറഞ്ഞ് സോൾവ് ആക്കാൻ പോയത് ഇങ്ങനെയായി. അവൾ എന്നെ തെറി വിളിച്ചപ്പോ കൺട്രോൾ പോയി. അതാ അങ്ങനെയൊക്കെ പറഞ്ഞേ. അത് തന്നെ ഞാനും പറഞ്ഞേ നന്നായെന്ന്. അവിടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ നിന്നാൽ തലയിൽ കയറി ബ്രേക്ക് ഡാൻസ് കളിക്കും അവര്. ഇനി എന്തായാലും നിന്നോട് കളിക്കാൻ നിൽക്കില്ല. ഞാൻ പോണു. ഹ, നിക്കടോ, ഒരു കാര്യം കൂടി. എന്താ എന്നുള്ള രീതിയിൽ പൊന്നു പുരുകം പൊക്കി അവനോട് ചോദിച്ചു. ഫ്രണ്ട്സ്? നടക്കില്ല. ശരി, അപ്പൊ ഇന്ന് തൊട്ട് ഞാനും എന്റെ ഫ്രണ്ട്സും നിന്നെ എന്റെ കാമുകയായി വർണ്ണിക്കും. അപ്പൊ താനല്ലേ പറഞ്ഞേ ശ്രേയോട് പോയി സംസാരിച്ചാൽ മതിയെന്ന്? എന്നിട്ട് വാക്ക് മാറണോ? ദേഷ്യത്തോടെ പൊന്നു ചോദിച്ചതും അഭി ചിരിച്ചു. വാക്കല്ലേ മാറാൻ പറ്റും എന്റെ കാർത്തുപൂച്ചയെ. അതുകൊണ്ട് വേഗം സമ്മതിച്ചോ. നിന്നെ എന്റെ കാമുകയാണെന്ന് പറഞ്ഞ് ആര് കളിയാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. നിനക്കതിൽ പ്രശ്നമില്ലെങ്കിൽ നീ എന്റെ ഫ്രണ്ട് ആവണ്ട. അഭി പറഞ്ഞതും അവന്റെ കാമുകി എന്ന് അറിയപ്പെടുന്നതിന് നല്ലത് ഫ്രണ്ട് എന്നറിയുന്നതാവും എന്ന് അവൾക്ക് തോന്നി. ഓക്കെ, ബട്ട് ഓൺ 2 കണ്ടീഷൻ. അതെന്താ? 1, എന്റെ ഫാമിലിയെ പറ്റി, എന്റെ പാസ്റ്റിനെ പറ്റി ഒരിക്കലും ചോദിക്കരുത്. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നിയെങ്കിലും ഈ അവസരം നഷ്ടപ്പെടുത്താൻ അഭി തയ്യാറല്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. 2, എന്റെ ഒരു കാര്യത്തിനും പണം തന്ന് സഹായിക്കരുത്. ഓ, ലങ്ങനെ. ശരി, സമ്മതിച്ചു. അപ്പൊ ഫ്രണ്ട്സ്? രണ്ടാളും കൈ കൊടുത്തു. രാത്രി ഒരുപാട് വൈകിയാണ് ആദി വീട്ടിലേക്ക് വന്നത്. പതിവ് പോലെ കിച്ചു തന്നെ വാതിൽ തുറന്നു കൊടുത്തു. മുന്നിൽ നിൽക്കുന്ന ആദിയെ കണ്ട് കിച്ചു ഞെട്ടി.